ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചത്. സാധാരണ ലീവ് ദിവസങ്ങളിൽ അങ്ങനെയാണ്. തിങ്കൾ മുതൽ ശനി വരെ വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇന്ന് സൺഡേ ആകെ കൂടി ഒരു ലീവ് ദിവസം കിട്ടിയതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അച്ഛന് കുരുമുളക് പറിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. നമ്മുടെ വീട്ടുപറമ്പിൽ തന്നെ കുറച്ച് കുരുമുളക് വള്ളിയുണ്ട്, പക്ഷേ ഇത്തവണ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതേ അവിയും കൂടിയിട്ടുണ്ട് എണീറ്റ് പാടന്നെ. അപ്പം ഏണി നമ്മുടെ മുകളിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഏണിയൊക്കെ ഒന്ന് താഴെ ഇറക്കി വെച്ചിട്ട് കുരുമുളകൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അവ്വിന് പിന്നെ ലീവ് ദിവസം ഉണ്ടെങ്കിൽ എന്നെ വേണ്ട, അച്ഛനുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പിന്നാലെ തന്നെ അതേ നടത്തായിരിക്കും. അപ്പോൾ അമ്മ ഈ സമയം ഇവിടെ പുട്ടും കറിയും ഒക്കെ ആക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സമയം കൊണ്ട് കുറച്ച് തുണിയൊക്കെ അലക്കാനുള്ളത് വാഷ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ബെഡ്ഷീറ്റും മൊത്തമൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം കൂടി ഒന്ന് അലക്കാം. അപ്പോൾ അച്ഛനും മോനും കൂടി പല്ല് തേക്കാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ അടുക്കള സൈഡിൽ ഒരു കുഞ്ഞ് അടുക്കള തോട്ടം പോലെ ആക്കിയിട്ടുണ്ട് അമ്മ. അവ അംഗൻവാടി പോയ സമയം ചെയ്യുന്നതാണിതൊക്കെ. അവനും ഇടയ്ക്ക് അമ്മമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പിന്നാലെ നടക്കുന്നത് കാണാം. അവ ഇതെന്നാ ഇത്? ആ, തക്കാളി. ഇരോ വഴുതിനിങ്ങ. വഴുതിനിങ്ങ പറിക്കാ കത്തി. വഴുതിനിങ്ങ, വഴുതന, മുളക് വിരിഞ്ഞ. ഓ, വെണ്ടക്കല്ല, അത് തക്കാളിയാണ്. റോസ കുരുമുളക് വള്ളീൻ്റെ മേലേക്ക് ഉറുമ്പുള്ളത് കൊണ്ട് അവിടെ ഉറുമ്പ് പൊടിയൊക്കെ ഒന്ന് കെട്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ചായന്റെ കടിയാകുന്നുണ്ട്. പിട്ടും കറിയെന്നാ നോക്കട്ടെ. കറി ബാജിക്കറി. നമുക്ക് അച്ഛൻ വല്ലേ അച്ഛൻ നമുക്ക് കുരുമുളക് ചേർക്കണ്ടേ? വാ പറ്റേക്ക്.
പവിൻ്റെ വക രാവിലെ ചെറിയ സീൻ ഉണ്ടായിരുന്നു. അവൻ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ വാശി പിടിച്ച് കരയും. അപ്പോൾ ചായ കുടിക്കാൻ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അബുത്തിന് നമ്മൾ ചായ കൊടുക്കലാണ്. നമ്മൾ പുട്ടു എന്നാ കറി പുട്ടു ബാജി കറി. അബുത്തിന് അതിൻ്റെ അകത്തിട്ടല്ല കുറച്ച് എടുക്കണ്ട, കുറച്ചധികം പഠിപ്പിച്ചായിരുന്നാ? അത് ഇന്നാണ് കുടഭൂതം വേറെ പഠിപ്പിക്കണ്ടേ. അബുത്തിന്റെ ബുക്കാല്ലേ അത്. ആനപ്പുറത്ത് ആരാ കയറീന്? ആനപ്പുറത്ത് ആരാ? അതാനപ്പുറത്ത് കയറിയിട്ട് പിള്ളേര് തിന്ന വായില തിന്ന ചാടിക്കട്ടെ. ആതിരമ്മേൻ്റെ അലക്കെല്ലാം കഴിഞ്ഞ് അല്ലേ. അലക്കലാണ്, അലക്കി ആറിയിരുന്നു. ഇങ്ങനെയല്ലല്ലോ. അങ്ങനെ കുരുമുളകൊക്കെ കുറച്ച് പറിച്ച് കഴിഞ്ഞപ്പോഴേക്കും മാമനും മോളും വന്നിട്ടുണ്ടായിരുന്നു. മാമൻ ഇത് വേണ്ട, വേ നടക്ക്. കാലെടുക്കൽ അപ്പോൾ ആ പറമ്പത്ത് കുറച്ച് തേങ്ങ പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് അവർ. ആ രണ്ടെണ്ണം ഉണ്ടാവൂലേ? പിന്നെ പൊന്നകടി ഉണ്ടാവും കേട്ടാ. ചീഞ്ഞോ? അപ്പത്തെ അപ്പുറത്തേക്ക് വിടുവോ? വാ ആ വാറങ്ങ. അങ്ങട്ടെ അങ്ങുന്തിക്കോ.
അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ. ആ മുമ്പുണ്ടാവും. കേട്ടോ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. അവര് അളന്നേരം അരച്ചാ ഇതിപ്പോ എണ്ണയിലില്ല പോലും എണ്ണയിൽ വേണം വാങ്ങുന്നാരാ പറഞ്ഞേക്കാ അതേട്ടോ കിട്ടീനാ അപ്പത്തേനാ കുറച്ച് അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോകാൻ റെഡിയാവാണ്. എനിക്ക് ഓഫീസിൽ ടീമിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. നോക്കിയാ പോയി അടിപൊളിയാ. അപ്പം ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അവിടെ കുട്ടീൻ്റെ പേര് വിളിയാണ്. അങ്ങോട്ടേക്ക് പോവും. ഇത് നമ്മളെ ബസ്സിലെ ചെങ്ങായിമാറാണ്. ഇപ്പം എല്ലാവരും കൂടി ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കലാണ്. വെള്ളം കിട്ടും. ബസ് കാണുന്ന സ്ഥലമുണ്ട്. നല്ല ഒരു സുന്ദരിയേവാ എൻ വെണ്ണിലവേവാ എൻ ജീവതാളമേ പ്രണയിനീ ഓ നീലരാവിലൻ മറന്നുപോയി. പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ ഈ മുത്തുമാല കോർത്തു വെച്ചതാർക്കു വേണ്ടി സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത കൽവിൽ ഈ ഇഷ്ടമാകെ കാത്തു വെച്ചതാർക്കു വേണ്ടി ചൊല്ല് രജില എന്റെ രജില ചൊല്ല് രജില എന്റെ രജില പട്ടുടുത്ത് മുന്നിൽ വന്ന പെണ്ണേ ഈ മുത്തുമാല കോർത്തു വെച്ചതാർക്കു വേണ്ടി വിരഹഭാരമേറിയുണ്ട അവതാരപ്പിരവിയുടെ 7 അവതാരം ഇവനെ വിളിച്ചിന്. ഇവിടുന്ന് നേരെ ഞങ്ങൾ ചങ്ങായിൻ്റെ വീട്ടിൽ കൂടലാണ് പോയത്. അവിടെ മുത്തപ്പനൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മളെ ബസ്സിലെ ചെങ്ങായിമാരെല്ലാം കൂടിയിട്ട് ഭക്ഷണം കഴിക്കലാന്ന്. ബിരിയാണി ആയിരുന്നു അടുത്ത ഭക്ഷണം. ഞാനും ഓബിയും ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ വൈകുന്നേരമായി എത്താൻ. അപ്പോൾ വൈകുന്നേരം ഞങ്ങളൊന്ന് റെഡിയായിട്ട് പുറത്ത് പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തായിട്ട് ഒരു പാലമുണ്ട്. നല്ല അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരുടെ വീടിനടുത്താണ് ഈ പാലം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ പോവുകയാണ്. അക്യുഡക്റ്റ് പാലം എന്നാണ് പറയുക. മയ്യിൽ കടൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിട്ടാണ് വരിയത്. ഒരു നല്ല കാവിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് ഈ പാലം വരുന്നത്. ഈ ഒരു കനാലിലെ വെള്ളം അപ്പുറത്തെ കരയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു അക്യുഡക്റ്റ് പാലമാണിത്. അതിൻ്റെ മുകളിൽ കൂടി മുന്നേ വണ്ടിയൊക്കെ പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അവർ അടച്ചു വെച്ചിട്ടാണ് ഉള്ളത്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വരുന്നതുകൊണ്ട് തന്നെ അധികം വണ്ടിയൊന്നും കടത്തി വിടുന്നില്ല. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മയിലിനടുത്തുള്ള കടൂർ എന്ന സ്ഥലത്തുള്ള ഒരു അക്യുഡക്റ്റ് പാലത്തിലാണ്. നല്ലൊരു രണ്ട് സൈഡ് നല്ല വയലായിട്ട് വയലിൻ്റെ നടുക്കേ കൂടിയാണ് ഈ പാലം പോകുന്നത്. ഇതിൻ്റെ വേറെ വാഹനങ്ങളൊന്നും ഇതിലേ കൂടി കടന്നു പോകില്ല. രണ്ട് സൈഡും ഇവർ പിന്നെ ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. നല്ല നമുക്ക് ഇവിടെ ഇരുന്നിട്ട് രണ്ട് ഭാഗത്തും വയലുകൾ വൈകുന്നേരം നല്ല ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇപ്പോൾ ഈ വയൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പച്ചപ്പ് വിരിച്ചിട്ടുള്ളൊരിതാണ്. നല്ല വൈകുന്നേരങ്ങളിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. മയിൽ അക്യുഡക്റ്റ് പാലമാണിത്. അവിടെ കുറച്ച് സമയം ചിലവഴിച്ച ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ തോന്നിയപ്പോൾ ഒന്ന് ചായ കുടിക്കാൻ പോയപ്പോൾ ഇവിടെ കുന്നുംപുറത്ത് തട്ടുകട എന്നിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത്. അതെവിടുന്ന് കിട്ടിയേ? അവിന് പൊട്ടറ്റോ ഫ്രൈസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ നേരെ മയ്യിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ നല്ല മീൻ കണ്ടപ്പോൾ മീൻ വാങ്ങിച്ചു. റിപ്പറാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ മയ്യിൽ ടൗണിലെ വ്യാപാരി വ്യവസായി സംഘത്തിൻ്റെ വകയായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓരോ കൂപ്പൺ ഉണ്ട്. നറുക്കെടുപ്പിൽ കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മീൻ വാങ്ങിച്ചപ്പോൾ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ നിന്ന് കുറച്ച് ചിപ്സും കേക്കൊക്കെ വാങ്ങിച്ചു. അവനെന്തോ വാശി പിടിച്ചിട്ട് കാര്യമാണ് അവൻ. നമ്മളിപ്പോൾ നിന്ന് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർസൽ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവനെന്തോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നഗറ്റ്സ് വാങ്ങിച്ചു കൊടുത്തു.
അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ച ശേഷം അവി കുറേ സമയം ഓടിക്കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തളർന്നു പോയിട്ടുണ്ട്. ടാറ്റ പറയും. ടാറ്റ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.